നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കും ഇനി വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ ഇന്നും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് വീൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ മേലാത്തൊരു സംഭവം. അപ്പം പല സാഹചര്യങ്ങളിൽ ഇത് ഒന്നെങ്കിൽ പുറത്ത് വയ്ക്കുന്നവർ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ തല പുറത്തിട്ട് നമ്മൾ എത്തി നോക്കേണ്ടി വരും വീൽ എവിടെ നിന്ന്. ഇത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആൾ അടുത്തിരിക്കുമ്പോൾ തന്നെ ഈ പിള്ളേർ പുറത്ത് എത്തി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളിനി അറിയാതെ പോകരുത്. ഇതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള ഒരു വഴി ചിലരുടെ കയ്യിലുണ്ട്, പക്ഷെ ആ വഴി അത്ര ശരിയായ വഴിയല്ല. അതുകൊണ്ട് നല്ലൊരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റിയറിങ് വലത്തോട്ട് കംപ്ലീറ്റ് ഫുൾ ഒടിച്ച് വെച്ചേക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ ഫുൾ ഒടിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു തരാനാണ്. ഈ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ വീൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വീല് ശരിയാക്കി നേരെ വെക്കേണ്ടതെന്ന് അറിയാൻ മേലാത്തൊരു സിറ്റുവേഷന് ചിലർ പറഞ്ഞു തരുന്നൊരു ടിപ്പുണ്ട്. ആ ടിപ്പ് തെറ്റാണെന്നല്ല, അതിൽ എഫിഷ്യൻ്റ് ആയ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അപ്പോൾ ആ ടിപ്പ് ആദ്യം അവർ പറഞ്ഞു തരുന്നത് അത്ര എഫിഷ്യൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. ആ ടിപ്പ് എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വണ്ടി ഏത് പൊസിഷനാണ് നിൽക്കുന്നെങ്കിൽ സ്റ്റിയറിംഗ് വീല് ഫുള്ള് വലത്തോട്ടോ ഇടത്തോട്ടോ ഒടിച്ചു വെക്കുക. ഫുള്ള് കറക്കി വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ ഒടിച്ചു വെക്കുക. എന്നിട്ട് അവിടുന്ന് 2 ടേൺ തിരിച്ച് കറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വണ്ടി ഫുള്ള് വലത്തോട്ട് ഒടിച്ച് വെച്ചേക്കുവാണ്. ഈ വണ്ടി സ്റ്റിയറിംഗ് വീല് 2 തവണ ഇടത്തോട്ട് കറക്കിയാൽ വണ്ടിയുടെ വീല് സ്ട്രൈറ്റ് ആകും എന്നുള്ളതാണ് ആ ടിപ്പ്. അപ്പോൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ 2 തവണ തിരിച്ച് കറക്കി വീല് സ്ട്രൈറ്റ് ആയി. അപ്പോൾ നിങ്ങൾ എവിടെ കുടുങ്ങിപ്പോയാലും ആദ്യം ചെയ്യേണ്ട കാര്യം വലത്തോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് ഫുള്ള് സ്റ്റിയറിംഗ് വീൽ ഒടിച്ച് വെച്ചിട്ട് 2 ടേൺ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കിയാൽ വീല് സ്ട്രൈറ്റ് ആയിട്ട് വരും, സ്റ്റിയറിംഗ് വീൽ സ്ട്രൈറ്റ് ആയിട്ട് വരും എന്നുള്ളതാണ് ആ ടിപ്പ്. അത് തെറ്റല്ല, പക്ഷെ ആ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് വണ്ടി സ്റ്റിയർ ചെയ്യേണ്ടി വരും. അപ്പം ഡ്രൈ സ്റ്റിയറിംഗ് ചെയ്യുന്നത് നല്ലതല്ല. ഡ്രൈ സ്റ്റിയറിംഗിനെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പം വണ്ടി ശരിക്കും പറഞ്ഞാൽ അത്രയും ഇട്ട് കറക്കി സ്റ്റിയറിംഗ് സിസ്റ്റത്തിനും ടയറിനും ബുദ്ധിമുട്ടുണ്ടാക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ വണ്ടിയുടെ വീല് ചെയ്യേണ്ടേ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. ഇത് ഈ വീൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് തിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒന്നും അല്ലാത്തൊരു ഡയറക്ഷനിലോട്ട് ഇങ്ങനെ വീല് വെക്കുക. അപ്പം ഇങ്ങനെ വണ്ടി ഇരിക്കുമ്പോഴത്തേനും നമുക്ക് ഈ വീല് സ്ട്രൈറ്റ് ആക്കാൻ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആണോ എന്ന് അറിയാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ തോന്നിയ പൊസിഷനിൽ ഇരിക്കുന്ന ഈ സ്റ്റിയറിംഗ് വീലിനെ നമ്മൾ ആദ്യമേ സ്ട്രൈറ്റ് ആക്കുക. ഇതിപ്പോൾ സ്റ്റിയറിംഗ് വീൽ വല്ലാത്തൊരു പൊസിഷനിലായിരിക്കും. ഇതിനെ സ്ട്രൈറ്റ് ആയിട്ട് പക്ക നേരെ പിടിക്കുക. വണ്ടി എങ്ങനെ ആയിക്കോട്ടെ, വീലിന്റെ പൊസിഷൻ നമുക്ക് അറിയത്തില്ല, വീൽ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക. ഈ ഒരു പൊസിഷനിൽ ഞാൻ ഈ വണ്ടി അനക്കുവാണെങ്കിൽ 3 ഓപ്ഷൻസ് ഉള്ളത്. 3 രീതിയിലായിരിക്കും വണ്ടി നീങ്ങുക. ഒന്നെന്ന് പറയുന്നത് വണ്ടി നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോകും, അല്ലെങ്കിൽ വണ്ടി വലത്തോട്ട് പോകും, അല്ലെങ്കിൽ വണ്ടി ഇടത്തോട്ട് പോകും. ഈ 3 ഓപ്ഷനേ ഉള്ളൂ ഈ വീല് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. കാറുകളുടെ കാര്യമാണ് പറഞ്ഞിട്ട്, വലിയ വണ്ടിക്ക് ടേൺ കൂടിയ വണ്ടിയുടെ കാര്യമൊന്നും കമ്പയർ ചെയ്യരുത്. കാറിന് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഇത് എന്ത് പറഞ്ഞാൽ എക്സെപ്ഷണൽ കേസ് പൊക്കിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കാറിനകത്താണെങ്കിൽ നിങ്ങൾ സ്റ്റിയറിംഗിൽ ആദ്യമേ നേരെ പിടിക്കുക. ഏത് പൊസിഷനിലാണെങ്കിലും നേരെ പിടിക്കുക. എന്നിട്ട് ഈ വണ്ടി ഫസ്റ്റ് ഗിയറിൽ അല്ലെ റിവേഴ്സ് ഗിയറിൽ എങ്ങനെയാണെങ്കിലും വണ്ടി ചെറുതായിട്ടൊന്ന് അനക്കണം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വണ്ടി ഒന്ന് അനക്കണം. ചെറുതായിട്ടൊന്ന് ക്ലച്ച് നനയ്ക്കിയാൽ മതി. ഞാൻ ഈ വണ്ടി ക്ലച്ച് നനക്കിയപ്പോഴേ ഈ വണ്ടി ഇടത്തോട്ടാണ് പോകുന്നത്, മനസ്സിലായോ? അപ്പം ഈ സ്റ്റിയറിംഗിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒറ്റ ടേൺ വലത്തോട്ട് തിരിച്ചു പിടിക്കുക. ഒറ്റ ടേൺ വലത്തോട്ട് തിരിച്ചു, വണ്ടിയുടെ വീല് സ്ട്രൈറ്റ് ആയി, സ്റ്റിയറിംഗ് വീല് സ്ട്രൈറ്റ് ആയി. സ്റ്റിയറിംഗ് വീല് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ 3 പൊസിഷനിലായിരിക്കും വണ്ടി മൂവ് ചെയ്യുക. 3 രീതിയിലേ മൂവ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീല് തോന്നിയ പൊസിഷനിൽ ഇരിക്കുന്ന സ്റ്റിയറിംഗ് വീലിനെ ഞാൻ പിന്നെ നേരെ പിടിച്ചു. കറക്റ്റ് നേരെ വെക്കുക. നേരെ വെച്ചിട്ട് വണ്ടി മുന്നോട്ട് എടുക്കുമ്പോഴത്തേനെ 3 രീതിയിലേ വണ്ടി മൂവ് ചെയ്യത്തുള്ളൂ. ഒന്നെങ്കിൽ ഇടത്തോട്ട്, അല്ലെങ്കിൽ വലത്തോട്ട്, അല്ലെങ്കിൽ സ്ട്രൈറ്റ്. അത് മനസ്സിലാക്കണമെങ്കിൽ വണ്ടി ഒരുപാട് അങ്ങ് ഓടിക്കണ്ട, ജസ്റ്റ് ക്ലച്ച് ഒന്ന് നനയ്ക്കിയാൽ മതി. ഫസ്റ്റ് ഇട്ടു. ഞാൻ അനക്കിയപ്പോഴത്തേന് തന്നെ വണ്ടി വലത്തോട്ടാണ് പോകുന്നത്. വലത്തോട്ട് പോകുമ്പോഴേ ഒറ്റ ടേൺ തിരിച്ച് കറക്കുക, വീലും സ്ട്രൈറ്റ് ആയി, സ്റ്റിയറിംഗ് വീലും സ്ട്രൈറ്റ്. ഇതാണ് ടിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും ഈസി പ്രാക്ടിക്കൽ വേ. വലിയ വണ്ടികളുടെ കാര്യത്തിൽ, ടേൺ കൂടിയ വണ്ടിയുടെ കാര്യത്തിലൊക്കെ വേറെ ഇതുണ്ട്. പക്ഷേ ഇതാണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സിന് വണ്ടി അനക്കുമ്പോൾ തന്നെ സ്റ്റിയറിംഗ് വീലിൽ ടേൺ അറിയാം. നമ്മളിപ്പോൾ ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ വണ്ടിക്കകത്ത് കയറിക്കുമ്പോൾ വീൽ എവിടെയെന്ന് ഒരു ഐഡിയ ആയില്ല. അപ്പോൾ ഈ ട്രിക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ആദ്യമേ തോന്നിയ പൊസിഷനിലിരിക്കുന്ന സ്റ്റിയറിംഗ് വീലിൽ ഒന്ന് കറക്കി നേരെ ഒന്ന് പിടിക്കുക. നേരെ പിടിച്ചിട്ട് വണ്ടി മുന്നോട്ട് ചെറുതായിട്ട് അനക്കുക. അപ്പോൾ ഒന്നെങ്കിൽ ഇടത്തോട്ട്, അല്ലെങ്കിൽ വലത്തോട്ട്, അല്ലെങ്കിൽ നേരെ വണ്ടി മൂവ് ചെയ്യത്തുള്ളൂ. ചെറുതായിട്ട് ക്ലച്ചിൽ വണ്ടി ഒന്ന് മുന്നോട്ട് നീക്കിയാൽ മതി. അപ്പോൾ ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നു, ഇടത്തോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ടേൺ വലത്തോട്ട് കറക്കുക, വലത്തോട്ടാണ് വണ്ടി മൂവ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ടേൺ ഇടത്തോട്ട് കറക്കുക, നേരെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കുക വീല് പെർഫെക്റ്റ്ലി സ്ട്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത്, ഈ തോന്നിയ പോലെ നിർത്തിയിട്ട് വണ്ടി കറക്കരുത്, വണ്ടി അനക്കാതെ വണ്ടി നിർത്തിയിട്ട് കറക്കുക എന്ന് പറയുന്നത് ഡ്രൈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നല്ല പരിപാടിയല്ല. നമ്മുടെ വീലിന് നല്ലതല്ല, ടയറിന് നല്ലതല്ല, സ്റ്റിയറിംഗ് സിസ്റ്റത്തിന് നല്ലതല്ല. അപ്പം അതിന് ശരിയായ രീതിയിൽ മാത്രമല്ല ഈ അഭ്യാസങ്ങളൊക്കെ ഇപ്പം നടക്കുക എന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗ് ഉള്ള ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെയാണ്. നല്ല പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടികളും, പ്രത്യേകിച്ച് ലോഡ് ഇരിക്കുന്ന വണ്ടിയും പിക്കപ്പോ ലോറിയോ അങ്ങനത്തെ പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഈ പരിപാടി ഒന്നും നടക്കുകയില്ല. വണ്ടി അനക്കാതിരിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടാണ് തിരിക്കില്ല, വണ്ടി അനക്കിക്കൊണ്ട് തിരിക്കാവുള്ളൂ. അതൊരു അഡ്വാൻസ്ഡ് കാര്യമാണ്. ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർ തുടക്കത്തിൽ അത് പരിശീലിക്കാനൊന്നും നോക്കണ്ട, അത് എളുപ്പമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് ഈ ട്രിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇത് അടുത്ത ഡ്രൈവിങ്ങിനെ ഉപകാരപ്പെടുന്ന അടുത്ത സംഭവമായിട്ട് ഞാൻ വരും. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത്
അറിയാൻ മേലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പല സാഹചര്യങ്ങളിൽ ചെന്ന് പുറത്ത് എത്തി നോക്കിയിട്ടൊക്കെ വീല് നേരെയാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തത്. ഓക്കെ.